നൂറ്റാണ്ടുകൾ കൊണ്ട് മനുഷ്യൻ കൈവരിച്ച ഭൗതിക നേട്ടങ്ങളെ പാടെ ഇല്ലാതാക്കുന്ന വേഗതയിലാണ് 2025 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നുകൊണ്ടിരിക്കുന്നത്. കേവലം സങ്കല്പമായിരുന്ന സാങ്കേതിക വിദ്യകൾ യാഥാർത്ഥ്യമായി മാറുന്ന കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ ലോകം ഒരു പുതിയ AI യുഗത്തിലേക്ക് പൂർണ്ണമായും ചുവടുവെച്ചു കഴിഞ്ഞു എന്ന് തന്നെ പറയണം. ലളിതമായി ഡാറ്റ വിശകലനങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് സ്വയം ചിന്തിക്കാനും സർഗാത്മകമായി പ്രവർത്തിക്കാനും ഭൗതിക സാഹചര്യങ്ങളിൽ ഇടപെടാനുമൊക്കെ കൃത്രിമ ബുദ്ധി ഇന്ന് പ്രാപ്തമാണ്. ആഗോള സമ്പദ് വ്യവസ്ഥയെയും തൊഴിൽ വിപണിയെയും നമ്മുടെ ജീവിത ശൈലിയെയും ഒരുപോലെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിപ്ലവകരമായ മാറ്റങ്ങൾ 2025 മനുഷ്യ ചരിത്രത്തിലെ തന്നെ സവിശേഷമായ ഒരു വർഷമാക്കി മാറ്റിയിട്ടുണ്ട് എന്നതിലും സംശയമില്ല. ഇനി വരുന്ന 2026 വരാനിരിക്കുന്നത് തീർത്തും ഒരു മായാലോകം തന്നെയായിരിക്കും. അതിൽ നിന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളുടെയും പതനവും മറ്റു ചിലതിന്റെ ഉദയങ്ങളുമെല്ലാം പ്രതീക്ഷിക്കണം. അത്തരം കാര്യങ്ങളാണ് ഇന്ന് ടെക് ടോക്കിലൂടെ പറയുന്നത്. അറിയാം എന്താണ് ഗൂഗിൾ എന്ന്. എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിലും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഏറെക്കുറെ എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ പണ്ട് കണ്ട ആ ഗൂഗിൾ അല്ല ഇന്ന്. ടെക് ലോകത്ത് AI അടക്കമുള്ള ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകൾ ഗൂഗിൾ സമ്മാനിച്ചിട്ടുണ്ട്. AI ടൂളുകളുടെ കടന്നുവരവ് കൊണ്ട് ഗൂഗിളിന്റെ സർവാധിപത്യം അവസാനിക്കാൻ പോകുന്നു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചത്. എന്നാൽ ആ AI ടൂളുകൾ തന്നെ വെച്ച് ഇന്ന് ഗൂഗിളാണ് ടെക് ലോകം ഭരിക്കുന്നത്. അതിനായുള്ള തയ്യാറെടുപ്പുകളാണ് ഇന്ന് ഗൂഗിൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തന്നെ ആയുധമാക്കി തങ്ങളുടെ മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഗൂഗിള്. മെയ് 20-നും 21-നും കാലിഫോർണിയയിലെ ഷോർലൈൻ ആംഫി തിയേറ്ററിൽ നടന്ന ഗൂഗിളിന്റെ ഡെവലപ്പർ കോൺഫറൻസ് അധികമാരും മറന്നു കാണില്ല. ഗൂഗിൾ I/O 2025. അതിൽ സർവവും AI മയവുമായിരുന്നു. 2025 മെയ് മാസം 20-21 തീയതികളിൽ കാലിഫോർണിയയിലെ ഷോർലൈൻ ആംഫി തിയേറ്ററിൽ വെച്ചാണ് ഗൂഗിൾ I/O 2025 നടന്നത്. ഗൂഗിളിന്റെ നിലവിലെ CEO ആയിട്ടുള്ള സുന്ദർ പിച്ചെയാണ് ഇത് പ്രധാനമായും കൃത്രിമ ബുദ്ധിക്ക് വേണ്ടി സമർപ്പിച്ചതും തുടക്കം കുറിച്ചതും. 2.0, ഫ്ലാഷ് എന്നിവയുൾപ്പെടെ സിരി AI മോഡലുകളായ ജെമിനിയുടെ പുതിയ പതിപ്പുകളും അദ്ദേഹം അതിൽ പ്രഖ്യാപിച്ചു. ഗൂഗിളിന്റെ യുക്തിസഹമായ കഴിവുകളും സർഗാത്മകതയും മെച്ചപ്പെടുത്തുന്നതിനും ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് അഥവാ AGI കൈവരിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് അവരെ അടുപ്പിക്കുന്നതിനുമാണ് മോഡലുകൾ രൂപകൽപ്പന ചെയ്തതും. മികച്ചതും കൂടുതൽ സംവേദനാത്മകവുമായ ഫലങ്ങൾ നൽകുന്ന ഗൂഗിൾ സെർച്ചിലെ AI മോഡ് വീഡിയോ, ഓഡിയോ ഇൻപുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന റിയൽ ടൈം AI അസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രൊജക്ട് ആസ്ട്രയുടെ അരങ്ങേറ്റം എന്നിവയായിരുന്നു പ്രധാന പ്രഖ്യാപനങ്ങൾ അന്ന് നടന്നത്. ഗൂഗിൾ ബീം എന്ന 3Dയും അന്ന് ആ വേദിയിൽ ഗൂഗിൾ പുറത്തിറക്കി. ഗൂഗിൾ അതിന്റെ ജെമിനി AI മോഡലുകളിൽ വലിയ പുരോഗതി തന്നെയാണ് കൈവരിച്ചതും. മോഡലുകൾ എത്ര മികച്ചതാണെന്ന് കാണിക്കുന്ന എലോ സ്കോറുകൾ ആദ്യ ജെമിനി പ്രോയേക്കാൾ 300 പോയിന്റിലധികം വർദ്ധിച്ചിട്ടുമുണ്ട്. അന്ന് ഏറ്റവും പുതിയ പതിപ്പായിരുന്ന ജെമിനി 2.5 പ്രോ ഇപ്പോൾ LMArena ലീഡർ ബോർഡിൽ എല്ലാ വിഭാഗങ്ങളിലും മുന്നിലാണ്. ഗൂഗിളിന്റെ നൂതന AI ചിപ്പുകൾ കാരണമാണ് ഈ മെച്ചപ്പെടുത്തൽ സാധ്യമാകുന്നതും. അയൺവുഡ് എന്ന് അറിയപ്പെടുന്ന പുതിയ TPU AI ടാസ്കുകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. മുൻ പതിപ്പിനേക്കാൾ 10 മടങ്ങ് കൂടുതലാണ് ഇത് ശക്തം. ഒരു പോഡിന് 42.5 എക്സാഫ്ലോപ്പ് കമ്പ്യൂട്ടിംഗ് ഇതിന് ചെയ്യാൻ സാധിക്കും. ഈ ശക്തമായ ചിപ്പുകൾ കാരണമാണ് ജെമിനി മോഡലുകൾ വേഗതയേറിയതും വില കുറഞ്ഞതുമാവുന്നത്. കുറഞ്ഞ ചെലവിൽ ശക്തമായ പ്രകടനം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഗൂഗിൾ മുന്നിലെത്തിയതും. വാസ്തവത്തിൽ AI വില നിർണ്ണയവും പ്രകടനവും ഉപയോഗിച്ച സാധ്യമായതിന്റെ പരിധികളും അവർ മറികടന്നിട്ടുണ്ട്. ആളുകൾ എക്കാലത്തേക്കാളും കൂടുതൽ AI ഉപയോഗിക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് ഗൂഗിൾ പ്രതിമാസം 9.7 ട്രില്യൺ ടോക്കണുകൾ പ്രോസസ്സ് ചെയ്തിരുന്നു. ഇപ്പോൾ അത് 480 ട്രില്യൺ ആണ്. അത് 50 മടങ്ങ് കൂടുതലാണ്. 7 ലക്ഷത്തിലധികം ഡെവലപ്പർമാർ ജെമിനി ഉപയോഗിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ 5 മടങ്ങ് കൂടുതലാണ്. ജെമിനി ആപ്പിന് ഇപ്പോൾ 400 ദശലക്ഷത്തിലധികം പ്രതിമാസ ഉപഭോക്താക്കളാണുള്ളത്. അതുകൂടാതെ ആപ്പിലെ 2.5 പ്രോ മോഡലിന്റെ ഉപഭോഗവും 45% വർധനവുണ്ടായിട്ടുണ്ട്. ഇപ്പോഴിതാ ഗൂഗിൾ ജെമിനി 3.0 പുറത്തിറങ്ങിയതോടെ ആകെ കളി മാറുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളുമായി ഗൂഗിൾ തങ്ങളുടെ ഏറ്റവും പുതിയ AI മോഡലായ ജെമിനി 3 ഫ്ലാഷ് അവതരിപ്പിച്ചിരിക്കുകയാണ്. സങ്കീർണമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള വലിയ മോഡലുകളുടെ ശേഷിയും നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി നൽകുന്ന വേഗതയും
കുറഞ്ഞ പ്രവർത്തന ചെലവിൽ ജെമിനി 3 ഫ്ലാഷ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുൻഗാമിയായ ജെമിനി 2.5 പ്രോയേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് ജെമിനി 3 ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. നിത്യജീവിതത്തിൽ ഏതൊരു കാര്യവും ഇനി അനായാസം നടക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് ഗൂഗിളിൻ്റെ ജെമിനി 3 ഫ്ലാഷ്. സങ്കീർണമായ കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള വലിയ മോഡലുകളുടെ ശേഷിയും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മറുപടി നൽകുന്ന വേഗതയും കുറഞ്ഞ പ്രവർത്തന ചെലവിൽ ജെമിനി 3 ഫ്ലാഷ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മുൻഗാമിയായ ജെമിനി 2.5 പ്രോയേക്കാൾ 3 ഇരട്ടി വേഗത്തിലാണ് ജെമിനി 3 ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. സങ്കീർണമായ കോഡിംഗ്, ഡാറ്റ വിശകലനം എന്നിവയ്ക്ക് ഇതേറെ അനുയോജ്യമാണ്. ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനും മറുപടി നൽകാനും ഈ മൾട്ടി മോഡൽ സംവിധാനത്തിന് സാധിക്കും. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ലളിതമായ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിരിക്കുന്നത്. പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വമ്പൻ മോഡലുകളോട് കിടപിടിക്കുന്ന ജെമിനി 3 ഫ്ലാഷ് GPQA ഡയമണ്ട് ബെഞ്ച്മാർക്കിന് 90.4% സ്കോറും നേടിയിട്ടുണ്ട്. ഇത് ജെമിനി 2.5 പ്രോയേക്കാൾ എത്രയോ മുന്നിലാണ്. കൂടാതെ ജെമിനി 2.5 പ്രോ ഉപയോഗിക്കുന്നതിനേക്കാൾ 30% കുറഞ്ഞ ടോക്കണുകൾ മാത്രമാണ് ഒരേ ജോലികൾ പൂർത്തിയാക്കാൻ ഈ പുതിയ മോഡലിന് ആവശ്യമുള്ളൂ. ഇത് പ്രവർത്തന ചെലവ് വലിയ തോതിൽ കുറയ്ക്കാൻ ഡെവലപ്പർമാരെ സഹായിക്കുന്നതാണ്. സാധാരണ ഉപയോക്താക്കൾക്കായി ഗൂഗിൾ സെർച്ചിലും ജെമിനി ആപ്പിലും ഈ പുതിയ സാങ്കേതിക വിദ്യ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനായി ഉപയോക്താക്കൾ അധിക തുക നൽകേണ്ടതില്ല. ഡെവലപ്പർമാർക്കും കമ്പനികൾക്കും ഗൂഗിൾ AI സ്റ്റുഡിയോ, വെർട്ടെക്സ് AI എന്നിവ വഴി ജെമിനി 3 ഫ്ലാഷ് ഉപയോഗിച്ച് സ്വന്തം ആപ്പുകൾ നിർമ്മിക്കാവുന്നതുമാണ്. മുൻഗാമിയായ ജെമിനി 2.5 പ്രോയേക്കാൾ 3 ഇരട്ടി വേഗതയിലാണ് ജെമിനി 3 ഫ്ലാഷ് പ്രവർത്തിക്കുന്നത്. സങ്കീർണമായ കോഡിംഗ്, ഡാറ്റ വിശകലനം എന്നിവയ്ക്ക് ഇതേറെ അനുയോജ്യമാണ്. ടെക്സ്റ്റ്, ഇമേജ്, ഓഡിയോ, വീഡിയോ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള വിവരങ്ങൾ തത്സമയം വിശകലനം ചെയ്യാനും മറുപടി നൽകാനും ഈ മൾട്ടി മോഡൽ സംവിധാനത്തിന് തീർച്ചയായും സാധിക്കും. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ലളിതമായ കാര്യങ്ങൾ വേഗത്തിൽ ചെയ്തു തീർക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം ക്രമീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും വരും കാലങ്ങളിൽ ജെമിനി 3 ഫ്ലാഷ് വളരെ ഉപകാരപ്രദമാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അത് ChatGPTയും DeepSeekഉം ഒക്കെയാണ്. പല രൂപത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് ഏതൊരു സഹായത്തിനും നമ്മൾ ആദ്യം തേടി പോകുന്നതും ChatGPTയുടെ അടുത്തേക്കാണ്. ലോകമെമ്പാടുമുള്ള തൊഴിലവസരങ്ങളെ AI മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഓരോ ആഴ്ചയും 800 ദശലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ ChatGPT ഉപയോഗിക്കുന്നുണ്ടെന്നാണ് OpenAI പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഗൂഗിൾ ജെമിനി 3.0 AI മോഡൽ പുറത്തിറക്കിയതോടെ ChatGPTക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ OpenAIയിൽ അപകടമണി മുഴങ്ങിയിരിക്കുകയാണ്. ഗൂഗിൾ ജെമിനി 3.0 AI മോഡൽ പുറത്തിറക്കിയ ഉടനെ ChatGPTക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന കമ്പനിയായ OpenAIയിൽ അപകടമണി മുഴങ്ങുന്ന ശബ്ദമാണ് ഏവരും കേട്ടത്. കമ്പനിയുടെ മേധാവി സാം ഓൾട്ട്മാൻ തന്നെ ChatGPTക്ക് അതിവേഗം മാറ്റം വരുത്തുന്ന കാര്യത്തിന് മുൻഗണന ലഭിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഈ മുന്നറിയിപ്പിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീതി അതിറക്കിയ സമയത്ത് അത്ര വ്യക്തമായിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകളടക്കം സൂചിപ്പിച്ചത്. ദ വാൾ സ്ട്രീറ്റ് ജേർണൽ, ദ ഇൻഫർമേഷൻ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളാണ് ഓൾട്ട്മാൻ നൽകിയ മുന്നറിയിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനിക്കുള്ളിൽ നിന്നും സംഘടിപ്പിച്ച് പുറത്തുവിട്ടത്. ഒരു മുൻ OpenAI ഗവേഷകൻ നൽകിയ ഇന്റർവ്യൂവിലാണ് OpenAI ഗൂഗിളിൽ നിന്ന് നേരിടുന്ന ഭീഷണിയുടെ വ്യാപ്തി മനസ്സിലാക്കാൻ സാധിക്കുന്നതും. പ്രശ്നം അതീവ ഗൗരവകരമാണെന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ്. ഗൂഗിൾ ഇപ്പോൾ OpenAIയുടെ APIയും കൺസ്യൂമർ ബിസിനസ്സും കൊന്നുകളയാനുള്ള ശേഷിയുണ്ടെന്ന് ഗവേഷകർ പറയുന്നു. ഓൾട്ട്മാന്റെ ഇക്കാര്യം കമ്പനിക്കുള്ളിൽ തുറന്നു പറയാൻ സാധിച്ചത് തന്നെ ശ്രദ്ധേയമായ കാര്യമാണെന്ന് മുൻ ഗവേഷകരും പറയുന്നു. OpenAI ഗൂഗിളിൽ നിന്ന് നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് വളരെ സുതാര്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെയാണ് ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നതും. പ്രകടനത്തിന്റെ കാര്യത്തിൽ ഗൂഗിളിന് OpenAIയുടെ കരുത്തോടെ മറികടക്കാനായാൽ അതോടെ ഓൾട്ട്മാന്റെ കമ്പനിക്ക് അതിന്റെ API ബിസിനസ് പൂട്ടിക്കെട്ടേണ്ടി വരും. അതിനായി ജെമിനി വേണമെങ്കിൽ ഗൂഗിൾ പൂർണ്ണമായും ഫ്രീ ആയി നൽകിയേക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. മുൻ ഗവേഷകൻ പറയുന്നതും ഇതുതന്നെയാണ്. അതോടെ OpenAIയുടെ കൺസ്യൂമർ സബ്സ്ക്രിപ്ഷൻ ബിസിനസ്സും അവസാനിച്ചേക്കും. ദ വാൾ സ്ട്രീറ്റ് ജേർണലിന്റെയും ദ ഇൻഫർമേഷൻ റിപ്പോർട്ടുകൾ പ്രകാരം ChatGPTയുടെ വേഗതയും വിശ്വാസ്യതയും
പേഴ്സണലൈസേഷനും വർദ്ധിപ്പിക്കാൻ ഓൾട്ട്മാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ChatGPT നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് അയച്ച മെമ്മോയിൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ChatGPTയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവേഷകരെല്ലാം ദിവസവും ചെറിയ മീറ്റിംഗുകളിൽ പങ്കെടുക്കണമെന്നും ഓൾട്ട്മാൻ ആവശ്യപ്പെട്ടിരുന്നു. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളിലൊന്ന് അത് കൂടുതൽ പേരെ കൊണ്ട് ഉപയോഗിപ്പിക്കുക എന്നുള്ളതാണ്. ഇക്കാര്യം കണ്ടറിഞ്ഞ് തന്നെ ഗൂഗിൾ മേധാവി സുന്ദർ പിച്ചെ കാര്യങ്ങൾ നീക്കിയെന്ന് വേണം കരുതാനും. യൂസർമാരുടെ എണ്ണം അദ്ദേഹം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ റിലയൻസ് ജിയോയുമായി ചേർന്ന 38,000-ഓളം രൂപ വരുന്ന ജെമിനി പ്ലാൻ ഏകദേശം ഫ്രീ ആയി തന്നെ ജിയോ സബ്സ്ക്രൈബർമാർക്ക് നൽകിയത് ഈ നീക്കത്തിന്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത. ഇന്ത്യൻ വംശജനായ അരവിന്ദ് ശ്രീനിവാസ് സഹസ്ഥാപകനായ പെർപ്ലെക്സിറ്റിയാണ് ഈ മാർഗം ആദ്യം സ്വീകരിച്ചത്. എയർടെൽ സബ്സ്ക്രൈബർമാർക്ക് പെർപ്ലെക്സിറ്റി ഫ്രീ ആയി നൽകുകയായിരുന്നല്ലോ. ഓപ്പൺഎഐ ഡാറ്റ കൺസൾട്ടൻസിയുമായി കരാറിലേർപ്പെടാനുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. TCSുമായി ധാരണയിലെത്തിയാൽ പോലും അത് ജെമിനൈക്കോ പെർപ്ലെക്സിറ്റിക്കോ ലഭിച്ചതുപോലുള്ള യൂസർ ബേസ് ഓപ്പൺഎഐക്ക് നൽകില്ല. അത് കമ്പനിക്ക് അകത്തുള്ള ഉപയോഗത്തിന് മാത്രമായിരിക്കും ഗുണകരമാകുക. ഗൂഗിളിന്റെ തിരിച്ചുവരവിന് വഴിയൊരുക്കിയ മറ്റൊരു ഘടകം ഫുൾ സ്റ്റാക്ക് ഇന്റഗ്രേഷനാണ്. തങ്ങളുടെ മൊത്തം AI പരിസ്ഥിതിയും ഗൂഗിൾ തന്നെ നിർമ്മിച്ചെടുക്കുന്ന TPU ചിപ്പുകളും ജെമിനൈ തുടങ്ങിയ ഫൗണ്ടേഷൻ മോഡലുകളും 100 കണക്കിന് കോടി ഉപയോക്താക്കളുടെ ഡേറ്റയും ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചറും കൺസ്യൂമർ ആപ്ലിക്കേഷനുമായ സെർച്ച്, വർക്ക്സ്പേസ് തുടങ്ങിയവയുമായും ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നു എന്നതാണ്. ഇത്രയും വിപുലമായ സ്വന്തം കയ്യിൽ നിൽക്കുന്നതുമായ ഒരു അടിസ്ഥാന സൗകര്യം മറ്റൊരു കമ്പനിക്കും ഉണ്ടാകില്ല. TPU ചിപ്പുകൾ കമ്പനി നിർമ്മിച്ചെടുത്തിരിക്കുന്നത് ചിലവ് വളരെ കുറച്ചാണ് എന്നതും ഒരു പ്രധാന ഘടകമാണ്. പോരാത്തതിന് കമ്പനിയുടെ അതിബൃഹത്തായ സെർച്ച്, യൂട്യൂബ്, ജിമെയിൽ, 300 കോടി ആൻഡ്രോയിഡ് ഉപകരണങ്ങൾ എന്നിവയുമായെല്ലാം AI സംവിധാനങ്ങൾ ബന്ധിപ്പിക്കാൻ ഗൂഗിളിന് സാധിക്കും. അതിനാൽ തന്നെ AIയുടെ കാര്യത്തിൽ ഗൂഗിൾ മേൽക്കോയ്മ സ്ഥാപിച്ചാൽ അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല എന്ന് തന്നെയാണ് വിദഗ്ധരടക്കവും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നത്തെ ലോകത്ത് സോഫ്റ്റ്വെയറിന്റെ കേന്ദ്ര ബിന്ദുവിനെ പ്രതിഫലിക്കുന്ന വേഗതയേറിയതും ആവേശകരവുമായ ഒരു മേഖലയാണ് സോഫ്റ്റ്വെയർ വികസനം. സ്മാർട്ട് ഫോണുകൾ മുതൽ ഓർഗനൈസേഷണൽ ഉൽപാദനക്ഷമത, AI ആപ്ലിക്കേഷനുകൾ വരെ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിക് മാർക്ക് ആൻഡ്രീസൺ 2011 നടത്തിയ പ്രശസ്തമായ അവകാശവാദം ഇപ്പോഴും സത്യമാണ്. സോഫ്റ്റ്വെയർ ലോകത്തെ തിന്നുകയാണ്. ഫുൾ സ്റ്റാക്ക് എന്ന പദം സമീപ വർഷങ്ങളിൽ സാങ്കേതിക മേഖലകളിൽ ഗണ്യമായ സ്വാധീനം നേടിയിട്ടുണ്ട്. എന്താണ് ഫുൾ സ്റ്റാക്ക് എന്നോ ഫുൾ സ്റ്റാക്ക് വികസനം എന്താണെന്നോ ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്നോ അറിയില്ല പലർക്കും. ഇന്നത്തെ ലോകത്ത് സോഫ്റ്റ്വെയറിന്റെ കേന്ദ്ര ബിന്ദുവിനെ പ്രതിഫലിക്കുന്ന വേഗതയേറിയതും അതേസമയം ആവേശകരവുമായ ഒരു മേഖലയാണ് സോഫ്റ്റ്വെയർ വികസനം. സ്മാർട്ട് ഫോണുകൾ മുതൽ ഓർഗനൈസേഷണൽ ഉൽപാദനക്ഷമത, AI ആപ്ലിക്കേഷനുകൾ വരെ ഈ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മാർക്ക് ആൻഡ്രീസൺ 2011 നടത്തിയ പ്രശസ്തമായ അവകാശവാദം ഇപ്പോഴും സത്യമാണെന്ന് തെളിയിക്കുകയാണ്. സോഫ്റ്റ്വെയർ ലോകത്തെ തിന്നുകയാണ്. അതെ, സോഫ്റ്റ്വെയർ ലോകത്തെ തിന്നുകൊണ്ടിരിക്കുകയാണ്. തൽഫലമായി ഫുൾ സ്റ്റാക്ക് എന്ന പദം സമീപ വർഷങ്ങളിൽ സാങ്കേതിക മേഖലയിൽ ഗണ്യമായ സ്വാധീനം തന്നെ നേടിയിട്ടുണ്ട്. എന്താണ് ഫുൾ സ്റ്റാക്ക് വികസനം എന്ന് നോക്കാം. ഫ്രണ്ട് ആൻഡ് ബാക്ക് ആൻഡ് വികസനം എന്നിവയുൾപ്പെടെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വികസനത്തിന്റെ സമ്പൂർണ്ണ പ്രക്രിയ പൂർണ്ണ സ്റ്റാക്ക് വികസനം ഉൾക്കൊള്ളുന്നതാണ്. ഫ്രണ്ട് എൻഡിൽ യൂസർ ഇന്റർഫേസ് അല്ലെങ്കിൽ UI അടങ്ങിയിരിക്കുന്നു. കൂടാതെ ബാക്ക് ആൻഡ് ബിസിനസ് ലോജിക്കും തിരശ്ശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ വർക്ക് ഫ്ലോകളും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. മുഴുവൻ ടെക്നോളജി സ്റ്റാക്കിലും പ്രവർത്തിക്കാനുള്ള കഴിവുകളും അതേസമയം അറിവും ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർക്കുണ്ട്. ഇത് തടസ്സമില്ലാത്ത ഉപഭോക്തൃനുഭവങ്ങൾ പ്രാപ്തമാക്കാനും അതേസമയം ശക്തമായ ബാക്കെൻഡുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആകർഷകമായ ഉപഭോക്തൃ ഇന്റർഫേസുകൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കും. ഒരു വെബ് ആപ്ലിക്കേഷന്റെ മുഖമാണ് ഫ്രണ്ട് എൻഡ്. ഉപഭോക്താക്കൾ നേരിട്ട് സംവദിക്കുന്ന ഭാഗം. HTML, CSS, JavaScript എന്നിവ ഉൾപ്പെടെയുള്ള ഫ്രണ്ട് എൻഡ് സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർമാർക്ക് ആഴത്തിലുള്ള ധാരണ തന്നെയുണ്ട്. വെബ് പേജുകളുടെ ഘടന, ശൈലി, ദൃശ്യാകർഷണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിന് അവർ ഈ അടിസ്ഥാന ഭാഷകളെയാണ് ഉപയോഗിക്കുന്നത്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർ എപ്പോഴും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട് എൻഡ് ലാൻഡ്സ്കേപ്പിനൊപ്പം കാലികമായി തന്നെ തുടരുന്നുണ്ട്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ചട്ടക്കൂടുകളും നിരന്തരം പര്യവേക്ഷണം ചെയ്യുകയും മാസ്റ്റേഴ്സ് ചെയ്യുകയും ചെയ്യുന്നു. ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർമാർ വൈവിധ്യമാർന്ന ഉപകരണങ്ങളിൽ നന്നായി പരിജ്ഞാനമുള്ളവർ കൂടിയായിരിക്കും.
വിവിധ ഉപകരണങ്ങളുമായും സ്ക്രീൻ വലുപ്പങ്ങളുമായും സുഗമമായി പൊരുത്തപ്പെടുന്ന റെസ്പോൺസീവ് ഡിസൈനുകൾ സൃഷ്ടിക്കുന്നതിന്റെ പ്രാധാന്യം ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർ മനസ്സിലാക്കുന്നുമുണ്ട്. വികസന പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും വ്യത്യസ്ത പ്ലാറ്റ്ഫോമുകളിലുടനീളം സ്ഥിരതയുള്ളതും ദൃശ്യപരമായ ആകർഷകവുമായി ഉപഭോക്തൃ ഇന്റർഫേസ് ഉറപ്പാക്കുന്നതിനും അവർ ബൂട്ട്സ്ട്രാപ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പോലുള്ള CSS ഫ്രെയിം വർക്കുകളും ഉപയോഗിക്കുന്നുണ്ട്. ഫ്രണ്ട് എൻഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളിലെ അവരുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്പർമാർ വേഗത്തിലുള്ള ലോഡിങ്ങും ഉയർന്ന പ്രകടനമുള്ള വെബ് അനുഭവങ്ങളും നൽകാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഫ്രണ്ട് എൻഡ് വികസനം കാര്യങ്ങൾ മനോഹരമാക്കുക മാത്രമല്ല, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർ ഉപയോഗക്ഷമതയിലും പ്രവർത്തനക്ഷമതയിലും ഈ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുമുണ്ട്. UI അവബോധജന്യവും നാവിഗേറ്റ് ചെയ്യാൻ എളുപ്പവും വൈകല്യമുള്ളവർ ഉൾപ്പെടെ എല്ലാ ഉപഭോക്താക്കൾക്കും ഉൾക്കൊള്ളാനാവുമെന്നതുമാണ് ഉറപ്പാക്കുന്നത്. മാത്രമല്ല, മിക്ക ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാരും ഫ്രണ്ട് ആൻഡ് ബാക്ക് എൻഡ് APIകളുമായി സേവനങ്ങളുമായും സംയോജിപ്പിക്കുന്നതിൽ പ്രാവീണ്യമുള്ളവർ തന്നെയാണ്. സെർവർ സൈഡ് ഘടകങ്ങളുമായി തടസ്സമില്ലാതെ ആശയവിനിമയം നടത്തുന്നതിനും ഡാറ്റ വീണ്ടെടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും തത്സമയ ഉപഭോക്തൃ ഇന്റർഫേസ് അപ്ഡേറ്റ് ചെയ്യുന്നതിനും അവർ ആധുനിക ബ്രൗസറുകളിൽ നിർമ്മിച്ച ആധുനിക ജാവാസ്ക്രിപ്റ്റ് സവിശേഷതകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ഡൈനാമിക് ഇന്ററാക്റ്റീവ് യൂസർ ഇന്റർഫേസുകൾ നിർമ്മിക്കുന്നതിന് അവർ ജനപ്രിയ ജാവാസ്ക്രിപ്റ്റ് ലൈബ്രറികളും റിയാക്ട്, ആംഗുലാർ അല്ലെങ്കിൽ Vue.js പോലുള്ള ഫ്രെയിം വർക്കുകൾ ഉപയോഗിക്കാറുണ്ട്. സുഗമമായ ഉപഭോക്തൃ അനുഭവം നൽകുന്ന ഡാറ്റ അധിഷ്ഠിത വെബ് ആപ്ലിക്കേഷനുകൾ സൃഷ്ടിക്കാൻ ഇത് അവരെ പ്രാപ്തമാക്കുന്നതാണ്. പൈത്തൺ, റൂബി, PHP, ജാവാസ്ക്രിപ്റ്റ് തുടങ്ങിയ സെർവർ സൈഡ് ഭാഷകളിൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർക്ക് പ്രാവീണ്യമുണ്ട്. അത് അവരുടെ കരുത്തുറ്റതും സ്കെയിലബിലിറ്റി ആയതുമായ ബാക്ക് എൻഡ് സിസ്റ്റങ്ങൾ നിർമ്മിക്കാനും അനുവദിക്കുന്നതാണ്. ആപ്ലിക്കേഷന്റെ കോർ ഫംഗ്ഷനാലിറ്റി രൂപകൽപ്പന ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും ഡാറ്റ മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിലും MySQL, MongoDB അല്ലെങ്കിൽ PostgreSQL പോലുള്ള ഡാറ്റാബേസുകളുമായി സുഗമമായ സംയോജനം നടപ്പാക്കുന്നതിലും ബാക്ക് എൻഡ് ഡെവലപ്പർമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കൂടാതെ ആപ്ലിക്കേഷൻ ബാക്ക് എൻഡ് ലോജിക്കിനെ ശക്തിപ്പെടുത്തുന്ന വൃത്തിയുള്ളതും കാര്യക്ഷമവും പരിപാലിക്കാനാവുന്നതുമായ കോഡ് എഴുതാനും കഴിവും അവർക്കുണ്ട്. പൈത്തണിന്റെ ലാളിത്യവും വൈവിധ്യവും, റൂബിയുടെ ചാരുതയും വായനാക്ഷമതയും, PHPയുടെ വ്യാപകമായ അഡോപ്ഷനും, നോഡസ്റ്റിന്റെ ഇവന്റ് ഡ്രൈവൺ ആർക്കിടെക്ചറും ആകട്ടെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർമാർക്ക് ഒന്നിലധികം പ്രോഗ്രാമിംഗ് ഭാഷകളിൽ നല്ല പരിചയമുണ്ട്. കൂടാതെ കയ്യിലുള്ള പ്രൊജക്ടിന് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട്. ഇന്ത്യയിലെ നിർമ്മിത ബുദ്ധി മേഖലയ്ക്ക് ഉത്തേജനം നൽകാനായി ഗൂഗിൾ പുതിയ നിക്ഷേപങ്ങളും ഗവേഷണ പദ്ധതികളും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആരോഗ്യ സംരക്ഷണം, കൃഷി, സുസ്ഥിരത, വിദ്യാഭ്യാസം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ പ്രധാന മേഖലകളിലാണ് പുതിയ ഫണ്ടിങ്ങും പങ്കാളിത്തവും. ഇന്ത്യ സ്ഥാപനങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ലാഭേച്ഛയില്ലാത്ത സംഘടനകൾക്കുമായി ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ ധനസഹായം ഗൂഗിൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സമഗ്ര വികസനവും സുസ്ഥിരതയും തുല്യ പുരോഗതിയും ഒക്കെ സാധ്യമാക്കുന്നതിനായി AI പരിവർത്തനപരമായ പങ്ക് പ്രദർശിപ്പിക്കുന്നതിനാണ് ഈ ഒരു ആഗോള പ്ലാറ്റ്ഫോം സജ്ജീകരിച്ചിരിക്കുന്നത്. മനുഷ്യരാശിയെ സേവിക്കുന്നതിനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച കൈവരിക്കുന്നതിനും സാമൂഹിക വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭൂമിയെ സംരക്ഷിക്കുന്ന നൂതന ആശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു പാത, അതാണ് ഈ ഉച്ചകോടി രൂപപ്പെടുത്തുന്നതും. ഉച്ചകോടിയുടെ ലോഗോയും പ്രധാന മുൻനിര സംരംഭങ്ങളും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ആദ്യമായി ഒരു ആഗോള ദക്ഷിണേന്ത്യൻ രാജ്യം ആതിഥേയത്വം വഹിക്കുന്ന ഈ ഉച്ചകോടി ജനങ്ങൾ, ഭൂമി, പുരോഗതി എന്നിവയുടെ തത്വങ്ങളാൽ നയിക്കപ്പെടും. മാനവ വിഭവശേഷിയും സുരക്ഷിതവും വിശ്വസനീയവുമായ നിർമ്മിത ബുദ്ധി, പ്രതിരോധശേഷി, ശാസ്ത്രം, AI വിഭാഗങ്ങളുടെ ജനാധിപത്യവൽക്കരണം, സാമൂഹിക നന്മ തുടങ്ങിയ പ്രമേയങ്ങളെ കേന്ദ്രീകരിച്ചാണ് ചർച്ചകൾ നടക്കുക. ഇന്ത്യയുടെ ഡിജിറ്റൽ സാങ്കേതിക യാത്രയെ നയിക്കുന്ന ധാർമ്മിക ഭരണം, നീതി, ഭരണഘടന, മൂല്യങ്ങൾ എന്നിവയുടെ പ്രതീകമായ അശോക ചക്രമാണ് ഔദ്യോഗിക ലോഗോയുടെ മുഖ്യാധാരം. പ്രധാന സംരംഭങ്ങൾക്കും ഇതിലൂടെ തുടക്കമാകും. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 നിരവധി മുൻനിര സംരംഭങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത്. ആദ്യത്തേത് AI പിച്ച് ഫെസ്റ്റ് ആണ്. ലോകമെമ്പാടുമുള്ള നൂതന AI സ്റ്റാർട്ടപ്പുകളെയും ഇന്ത്യയിലെ ടയർ 2-3 ഹബ്ബുകളിൽ നിന്നുള്ള ഉയർന്ന സാധ്യതയുള്ള സംരംഭങ്ങളെയും ഇത് പ്രദർശിപ്പിക്കും. വനിതാ നേതാക്കളും ഭിന്നശേഷിക്കാരും പ്രത്യേക ശ്രദ്ധ നൽകും.
യുവാക്കൾക്കും സ്ത്രീകൾക്കും മറ്റു പങ്കാളികൾക്കും വേണ്ടിയുള്ള ആഗോള നവീകരണ വെല്ലുവിളികളാണ് അടുത്തത്. വിവിധ മേഖലകളിലുടനീളമുള്ള യഥാർത്ഥ ലോകത്തിലെ ഒരു പൊതു വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്ന AI അധിഷ്ഠിത പരിഹാരങ്ങൾ വളർത്തിയെടുക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ഇന്ത്യ AI ഫൗണ്ടേഷൻ മോഡൽ സ്തംഭത്തിന് കീഴിൽ ഇന്ത്യ നിർദ്ദിഷ്ട ഡാറ്റയിൽ അധിഷ്ഠിതമായ ദേശീയ AI മോഡലുകൾ വികസിപ്പിക്കുന്നതിനായി 8 മുൻനിര പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം 506 നിർദ്ദേശങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഈ സംരംഭങ്ങൾ ബഹുഭാഷ, ഡൊമൈൻ നിർദ്ദിഷ്ട മോഡലുകൾ, ശാസ്ത്രീയ കണ്ടെത്തൽ, ആരോഗ്യ സംരക്ഷണം, വ്യാവസായിക നവീകരണം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ AI നേതൃത്വത്തിനും അടിത്തറയിടുന്നു. 30 ഇന്ത്യ AI ഡാറ്റയുടെയും AI ലാബുകളുടെയും സമർപ്പണവും ഇതിലൂടെ ഉണ്ടാകും. ഇന്ത്യയിലുടനീളം 30 ഡാറ്റ AI ലാബുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇത് 570 ലാബുകളുടെ ദേശീയ ശൃംഖലയിലെ ആദ്യഘട്ടമാണ്. ആദ്യത്തെ 27 ലാബുകൾ NIE-LIT പങ്കാളിത്തത്തോടെ പ്രധാന ടയർ 2, 3 നഗരങ്ങളിലായി സ്ഥാപിച്ചിട്ടുമുണ്ട്. കൂടാതെ ഇന്റലുമായി ചേർന്ന മൊക്കാച്ചുങ്, മൊഹാലി എന്നിവിടങ്ങളിൽ 3 അത്യാധുനിക ലാബുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ത്യ AI മിഷന്റെ ഫ്യൂച്ചർ സ്കിൽസ് സംരംഭത്തിന് കീഴിൽ ഈ ലാബുകൾ അടിസ്ഥാനപരമായ AI ഡാറ്റ പരിശീലന കോഴ്സുകളും നൽകും. ഡാറ്റ വ്യാഖ്യാനവും ഡാറ്റ ക്യൂറേഷനും സംബന്ധിച്ച അടിസ്ഥാന കോഴ്സുകളും ഇതിലൂടെ പ്രഖ്യാപിക്കും. ഡാറ്റ AI ലാബ്സ് നെറ്റ്വർക്കിലൂടെ വിതരണം ചെയ്യുന്ന പുതിയ അടിസ്ഥാന കോഴ്സുകൾ എന്നിവ ഡാറ്റ വ്യാഖ്യാനത്തിലും, അതായത് ചിത്രങ്ങൾ, ടെക്സ്റ്റ്, ഓഡിയോയിലും, ഡാറ്റ ക്യൂറേഷനിലും, അതായത് ഡാറ്റ സെറ്റുകൾ സംഘടിപ്പിക്കുകയും ലേബൽ ചെയ്യുകയും ചെയ്യുന്നതും എൻട്രി ലെവൽ പരിശീലനം നൽകിക്കൊണ്ട് AI സമ്പദ് വ്യവസ്ഥയിൽ പങ്കാളികളാകാൻ പഠിതാക്കളെ സജ്ജരാക്കും. ഇന്ത്യ AI ഫെലോഷിപ്പ് പ്രോഗ്രാമിന്റെയും പോർട്ടലിന്റെയും പ്രഖ്യാപനവും ഇതിലൂടെ ഉണ്ടാക്കും. 8,000 ബിരുദധാരികൾ, 5,000 ബിരുദാനന്തര ബിരുദധാരികൾ, എല്ലാ വിഷയങ്ങളിൽ നിന്നുമുള്ള 500 PhD ഗവേഷകർ എന്നിവരെ ഉൾപ്പെടുത്തി 13,500 വിദ്യാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ AI ഫെലോഷിപ്പ് പ്രോഗ്രാമും വിപുലീകരിച്ചു. ഇത് ഇന്ത്യ AI ഫെലോഷിപ്പിനെ PM റിസർച്ച് ഫെലോഷിപ്പുകൾക്ക് തുല്യമാക്കുന്നുമുണ്ട്. എഞ്ചിനീയറിംഗ്, മെഡിസിൻ, നിയമം, കൊമേഴ്സ്, ബിസിനസ്, ലിബറൽ ആർട്സ് എന്നിവയിലൂടെ വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഫെലോഷിപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. ഫെലോഷിപ്പ് പോർട്ടലിലൂടെ ഡിജിറ്റൽ അപേക്ഷകൾ, അപേക്ഷയുടെ പുരോഗതി പരിശോധന, മെന്റർഷിപ്പ്, അവലോകനം എന്നിവയ്ക്ക് സൗകര്യവും ഒരുക്കുന്നുണ്ട്. യോഗ്യത പരിശോധിക്കുന്നതിനും അപേക്ഷിക്കുന്നതിനും fellowship.india.ai.government.in സന്ദർശിക്കാവുന്നതാണ്. ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടി 2026 ഫെബ്രുവരി 19, 20 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടക്കുന്നത്. ഈ വൻ ഉച്ചകോടിയിൽ രാഷ്ട്രീയ തലവന്മാർ, ആഗോള നേതാക്കൾ, നയരൂപീകരണക്കാർ, ഗവേഷകർ, വ്യവസായ വിദഗ്ധർ, നവീന ആശയക്കാർ എന്നിവർ ഉൾപ്പെടെ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാങ്കേതിക അടിത്തറയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ ആഴത്തിൽ ലോകത്തിന്റെ ഭാവനയെ ഇളക്കിമറിച്ച പരിവർത്തനങ്ങൾ വളരെ കുറവാണ്. ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മനുഷ്യവിജ്ഞാനം തേടി മുന്നേറാനുമുള്ള കഴിവുകൊണ്ട് ശാസ്ത്ര ഫിക്ഷൻ മാത്രമല്ല, വ്യവസായ മാറ്റത്തിന്റെ പ്രധാന ചാലക ശക്തികളിലൊന്നായി AI മാറി. AI വിപ്ലവം എന്ന് വിളിക്കപ്പെടുന്ന ആയുധ മത്സരത്തിൽ ഈ മേഖലയിലെ ഒരു പയനിയറായ ഗൂഗിൾ ഡീപ് മൈൻഡ് ഉയർന്ന തലത്തിൽ പ്രകടനം കാഴ്ചവെക്കുകയും മനുഷ്യ സമാനമായ AI സംവിധാനങ്ങൾക്കായി പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ വേറിട്ട് നിൽക്കുകയാണ്. എന്താണ് ഗൂഗിൾ ഡീപ് മൈൻഡ് എന്ന് തിരഞ്ഞു പോകേണ്ട. ഗൂഗിളിന്റെ അനുബന്ധ സ്ഥാപനമായ ഗൂഗിൾ ഡീപ് മൈൻഡ് ഒരു ബ്രിട്ടീഷ് അമേരിക്കൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗവേഷണ ലബോറട്ടറിയാണ്. 2010 UK സ്ഥാപിതമായ ഇത് 2014 ഗൂഗിൾ ഏറ്റെടുക്കുകയും ഗൂഗിൾ AIയുടെ ഗൂഗിൾ ബ്രെയിൻ ഡിവിഷനുമായി ലയിപ്പിച്ച 2023 ഏപ്രിലിൽ ഗൂഗിൾ ഡീപ് മൈൻഡായി മാറുകയും ചെയ്തു. ഡെമിസ് ഹസാബിസ്, ഷെയ്ൻ ലെഗ്, മുസ്തഫ സുലൈമാൻ എന്നിവർ ചേർന്നാണ് ഡീപ് മൈൻഡിനെ സ്ഥാപിച്ചെടുക്കുന്നത്. മനുഷ്യനെ പോലുള്ള പഠനത്തെയും പ്രശ്നപരിഹാര കഴിവുകളെയും അനുകരിക്കാൻ കഴിയുന്ന AI സംവിധാനങ്ങൾ സൃഷ്ടിക്കുക, അതായിരുന്നു ഇവരുടെ ദർശനം. ആദ്യകാലങ്ങളിൽ മനുഷ്യ മസ്തിഷ്കം വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിയെ അനുകരിക്കുന്ന ഒരു തരം AI ആയ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ഡീപ് മൈൻഡ് ഗണ്യമായ പുരോഗതി കൈവരിച്ചു. ഈ നെറ്റ്വർക്കുകൾ പാളികളായി ക്രമീകരിച്ചിരിക്കുന്നു.
വലിയ അളവിലുള്ള ഡാറ്റയിൽ നിന്ന് പഠിക്കാനും കാലക്രമേണ പ്രകടനം മെച്ചപ്പെടുത്താനും ഇവയ്ക്ക് സാധിച്ചു. ശക്തവും വൈവിധ്യപൂർണവുമായ AI സിസ്റ്റങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾക്ക് തുടക്കമിട്ടുകൊണ്ടാണ് കൃത്രിമ ബുദ്ധി ഗവേഷണത്തിൽ ഗൂഗിൾ ഡീപ് മൈൻഡ് മുൻപന്തിയിലെത്തിയത്. റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗിലൂടെയും ഡീപ് മൈൻഡിന്റെ AI എങ്ങനെ പഠിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുവെന്നും നോക്കേണ്ടതാണ്. അർത്ഥവത്തായ വിവരങ്ങൾ വേർതിരിച്ചെടുക്കുന്നതിന് വിപുലമായ അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഡീപ് മൈൻഡ് വലിയ ഡാറ്റ സൈറ്റുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. സിമുലേഷനുകൾ, യഥാർത്ഥ ലോക സെൻസർ ഡാറ്റ അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകൾ തുടങ്ങി വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ഈ ഡാറ്റ ലഭിക്കും. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഘടനയുടെ പ്രവർത്തനവും അടിസ്ഥാനമാക്കി ഡീപ് മൈൻഡ് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ന്യൂറോണുകൾ എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് അനുകരിക്കുന്ന പരസ്പര ബന്ധിതമായ നോഡുകൾ ഈ നെറ്റ്വർക്കുകളിൽ അടങ്ങിയിട്ടുമുണ്ട്. ഈ നെറ്റ്വർക്കുകളിലൂടെ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ഡീപ് മൈൻഡിന്റെ AIക്ക് ഡാറ്റയ്ക്കുള്ളിലെ പാറ്റേണുകളും അതേസമയം ബന്ധങ്ങളും തിരിച്ചറിയാൻ സാധിക്കും. മെഷീൻ ലേണിംഗിന്റെ ഒരു ഉപവിഭാഗമാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയേണ്ടി വരും. ഡീപ്പ് മൈൻഡ് ഉപയോഗിക്കുന്നത് ഇവിടെ നിരവധി ലെയറുകളുള്ള സങ്കീർണമായ ന്യൂറൽ നെറ്റ്വർക്കുകൾ പരിശീലിപ്പിക്കപ്പെടുന്നുമുണ്ട്. ഓരോ ലെയറും ഡാറ്റയെ ക്രമാനുഗതമായി പരിഷ്കരിക്കുന്നുമുണ്ട്. ഇത് സങ്കീർണമായ സവിശേഷതകൾ പഠിക്കാനും അതേസമയം വിപുലമായ കഴിവുകൾ വികസിപ്പിക്കാനും AIയെ സഹായിക്കുന്നതാണ്. ഡീപ് മൈൻഡിന്റെ AI ഡാറ്റയിൽ നിന്നും ആഴത്തിലുള്ള പഠനത്തിൽ നിന്നും ശേഖരിക്കുന്ന അറിവ് പ്രയോജനപ്പെടുത്തി അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും. വെർച്വൽ പരിതസ്ഥിതിയിൽ നടപടികൾ സ്വീകരിക്കുകയും സങ്കീർണമായ ഗെയിമുകൾ തന്ത്രപരമായി തന്നെ കൈകാര്യം ചെയ്യുകയും അല്ലെങ്കിൽ ഗൂഗിൾ ഉൽപ്പന്നങ്ങളിൽ ഊർജ്ജ ഉപഭോഗം ഒപ്റ്റിമൈസ് ചെയ്യുകയും ഈ തീരുമാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഡീപ് മൈൻഡിന്റെ AIയുടെ ഒരു പ്രധാന വശം അനുഭവത്തിലൂടെ പഠിക്കാനുള്ള കഴിവാണ്. ഇവിടെയാണ് റെയിൻഫോഴ്സ്മെന്റ് ലേണിംഗ് ടെക്നിക്കുകൾ പ്രസക്തമാകുന്നതും. AIയുടെ തീരുമാനങ്ങളിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് ലഭിക്കുന്നത്. ഈ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ AI അതിന്റെ സമീപനത്തെ സൂക്ഷ്മമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. കാലക്രമേണ അതിന്റെ പ്രകടനം നിരന്തരമായി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. ഡീപ് മൈൻഡ് നിരന്തരം AIയുടെ അതിരുകൾ മുന്നോട്ട് കൊണ്ടുപോകും. 2024 മാർച്ചിൽ അവതരിപ്പിച്ച അവരുടെ സ്കേലബിൾ ഇൻസ്ട്രക്റ്റബിൾ മൾട്ടിവേർഡ് ഏജന്റ് അഥവാ സൈമ ഒരു സമീപകാല ഉദാഹരണമാണ്. വിവിധ 3D വെർച്വൽ പരിതസ്ഥിതിയിൽ ടാസ്കുകൾ പൂർത്തിയാക്കുന്നതിന് സിമയ്ക്ക് സ്വാഭാവികമായ ഭാഷാ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനും അതേസമയം അത് പിന്തുടരാനും സാധിക്കും. കൂടുതൽ പൊരുത്തപ്പെടാനാവുന്ന AI സിസ്റ്റങ്ങൾക്കായി കമ്പ്യൂട്ടർ വിഷൻ, ഭാഷാ പ്രോസസ്സിംഗ്, ആഴത്തിലുള്ള പഠനം എന്നിവ സംയോജിപ്പിക്കുന്നതിൽ ഡീപ് മൈൻഡിന്റെ പുരോഗതി ഇത് കാണിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും വ്യത്യസ്ത മേഖലകളിൽ ഉടനടി നടപ്പിലാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ എന്ന നിലയിൽ ഗൂഗിൾ ഡീപ് മൈൻഡ് തന്നെ അർത്ഥവത്തായ ഒരു ഉപകരണമല്ല. പുതിയ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കൃത്രിമ ബുദ്ധി അഥവാ AI പരീക്ഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സൈറ്റാണിത്. എന്നിരുന്നാലും നിങ്ങളുടെ ലക്ഷ്യങ്ങളെ ആശ്രയിച്ച് ഡീപ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളുമായി സംവദിക്കാനുള്ള വഴികളുമുണ്ട്. മറ്റൊന്ന് കുറച്ച് കൗതുകം തരുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ ലളിതമാക്കാൻ ലക്ഷ്യമിട്ട് CC എന്ന പുതിയൊരു AI ഏജന്റിനെ ഗൂഗിൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ AI ഏജന്റ് നിങ്ങളുടെ ദിവസം കൂടുതൽ ആയാസരഹിതമാക്കും. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അന്നേ ദിവസത്തെ പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഹ്രസ്വ വിവരണം എത്തിക്കുക എന്നതാണ് ഈ സംവിധാനത്തിന്റെ പ്രധാന ദൗത്യം. നമ്മുടെ ഡിജിറ്റൽ ജീവിതം കൂടുതൽ ലളിതമാക്കാൻ ലക്ഷ്യമിട്ടാണ് CC എന്ന പുതിയൊരു AI ഏജന്റിനെ ഗൂഗിൾ അവതരിപ്പിച്ചത്. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ AI ഏജന്റ് നിങ്ങളുടെ ദിവസം കൂടുതൽ ആയാസരഹിതമാക്കാൻ സഹായിക്കുന്നതാണ്. ഓരോ ദിവസവും രാവിലെ നിങ്ങളുടെ ഇൻബോക്സിലേക്ക് അന്നന്നത്തെ പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹ്രസ്വ വിവരണം എത്തിക്കുക എന്നതാണ് ഈ ഒരു സംവിധാനത്തിന്റെ പ്രധാന ലക്ഷ്യമായി പറയുന്നതും. നിങ്ങളുടെ Gmail, ഗൂഗിൾ കലണ്ടർ, മറ്റ് ഡോക്യുമെന്റുകൾ എന്നിവ സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ടാണ് യുവർ ഡേ എഹെഡ് എന്ന പേരിൽ ഒരു വ്യക്തിഗത റിപ്പോർട്ട് ഇത് തയ്യാറാക്കുന്നത്. ഗൂഗിളിന്റെ ഏറ്റവും കരുത്തുറ്റ ജെമിനി മോഡലുകളെ അടിസ്ഥാനമാക്കിയാണ് CCയുടെ പ്രവർത്തനം. ഒരു സാധാരണ ചാറ്റ് ബോട്ടിനേക്കാൾ ഉപരി ഒരു യഥാർത്ഥ അസിസ്റ്റന്റിനെ പോലെ പ്രവർത്തിക്കാൻ ഇതിന് സാധിക്കും. ഉദാഹരണത്തിന്, അന്നേ ദിവസം അടയ്ക്കേണ്ട ബില്ലുകൾ, നിശ്ചയിച്ചിട്ടുള്ള മീറ്റിംഗുകൾ, അന്നന്ന് ചെയ്യേണ്ട പ്രധാന ജോലികൾ എന്നിവയെല്ലാം ഇത് കൃത്യമായി തന്നെ ഓർമ്മിപ്പിക്കും. വെറുമൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമായിരിക്കില്ല, ഇമെയിലുകൾക്ക് മറുപടി നൽകാനുള്ള ഡ്രാഫ്റ്റുകൾ തയ്യാറാക്കാനും
ഉപഭോക്താവിന്റെ സമ്മതത്തോടെ കലണ്ടറിൽ പുതിയ കാര്യങ്ങൾ എഴുതി ചേർക്കാനും ഈ AI ഏജന്റ് സാധിക്കും. മറ്റ് AI സംവിധാനങ്ങളിൽ നിന്ന് CCA വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഈ പഠനശേഷി തന്നെയാണ്. ഇമെയിലുകൾ വഴിയോ നേരിട്ടുള്ള സന്ദേശങ്ങൾ വഴിയോ ഉപയോക്താക്കൾക്ക് ഈ അസിസ്റ്റന്റിന് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ഇതിനെ പഠിപ്പിക്കാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർത്തുവെക്കാൻ നിർദ്ദേശിക്കാനും സാധിക്കും. ഓപ്പൺ AIയുടെ ChatGPT പൾസ് എന്ന ഫീച്ചറിന് സമാനമായതാണ് ഈ ഒരു സംവിധാനം. വാർത്തകളും സ്പോർട്സ് വിശേഷങ്ങളും നൽകുന്നതിനാണ് പൾസ് ശ്രദ്ധ നൽകുന്നതെങ്കിൽ ഉപയോക്താക്കളുടെ സ്വകാര്യ കാര്യങ്ങൾ കൂടുതൽ കൃത്യമായി മാനേജ് ചെയ്യാനാണ് ഗൂഗിൾ മുൻഗണന നൽകുന്നത്. നിലവിൽ അമേരിക്കയിലും കാനഡയിലുമുള്ള 18 വയസ്സിന് മുകളിലുള്ള പെയ്ഡ് സബ്സ്ക്രൈബർമാർക്ക് മാത്രമാണ് ഗൂഗിൾ ലാബ്സ് വഴി ഈ ഫീച്ചർ ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ക്രോം ബ്രൗസറിലും സമാനമായ AI മാറ്റങ്ങൾ ഗൂഗിൾ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ ഇത്തരം ഓട്ടോണമസ് ഏജന്റുകൾ സൈബർ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കിയേക്കാമെന്നുള്ള ഒരു സുരക്ഷാ ആശങ്കകളും ഇതിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിശ്വസനീയമായ വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഇടപെടലുകൾ തടയാൻ യൂസർ അലൈൻമെന്റ് ക്രിട്ടിക് എന്ന പേരിൽ പ്രത്യേക സുരക്ഷാ സംവിധാനവും ഗൂഗിൾ വികസിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ അപ്ഡേഷനോടെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളിലും ഭാവിയിൽ ഡിജിറ്റൽ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന ഒന്നായി തന്നെയാണ് വിദഗ്ധർ ഈ AI ഏജന്റിനെ കാണുന്നത്. നമ്മുടെ ഓരോ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ CC എന്ന ഈ AI ഏജന്റിനെ കൊണ്ട് സാധിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.